അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ CPIM ഏറ്റവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടമാണിത്. 20 വർഷം ഞാൻ സഹയാത്രികനായിട്ട് മുന്നോട്ട് പോയി. പക്ഷെ പാർട്ടി പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിൻ്റെ ഭാഗമാവുക എന്നുള്ളത് എൻ്റെ ഒരു ചുമതലയാണ് എന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. നമ്മളുടെ രാജ്യത്ത് ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ പോയി ആരംഭഘട്ടത്തിൽ മതേതര സർക്കാരുകൾ അധികാരത്തിൽ വന്നു. എന്നാൽ ആ മതേതര സർക്കാരുകൾക്കൊന്നും 1.5 പതിറ്റാണ്ടിലധികം ആയുസ്സില്ല എന്നുള്ളതാണ് ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. മമതാ ബാനർജി വലിയ കൊടുങ്കാറ്റുയർത്തിയാണ് അവിടെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നത്. ആ മമതാ ബാനർജി തന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അവരുടെ പാർട്ടി പിളർന്നു. അവർ തന്നെ അവരുടെ പാർട്ടിയുടെ മുഴുവൻ ഘടകങ്ങളും പിരിച്ചുവിട്ടു. BJPക്ക് വളരെ സേഫായിട്ടുള്ള ഒരവസ്ഥയിൽ ബംഗാൾ ഭരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി വന്നിരിക്കുന്നു. കേരളത്തിലും അധികം വൈകാതെ സംഭവിക്കാൻ പോകുന്നത് ഇതുതന്നെയാണ്. ഇപ്പോൾ BJPയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് UDF വലിയ തോതിലുള്ള വർഗീയ മതധ്രുവീകരണം നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് 3 സീറ്റാണ് ബംഗാളിൽ കിട്ടിയത് ആ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് ഓർക്കണം. ആ 3 പിന്നീട് അവിടെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. സമാനമായ ഒരു സാഹചര്യം കേരളത്തിലും വരാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ മനുഷ്യസ്നേഹികളും മതനിരപേക്ഷവാദികളും ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം, CPIMനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ള സന്ദേശമാണ് ഞങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്നത്. 1967 കേരളത്തിൽ ആദ്യമായി മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുന്നത്. അത് 1ാം EMS സർക്കാരിന് ശേഷം രൂപം കൊണ്ട 2ാം EMS സർക്കാരിലാണ്. ആ 2ാം EMS സർക്കാരിൽ അന്ന് മുസ്ലിം ലീഗ് തൊപ്പിവെച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആ മന്ത്രിസഭയിൽ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അവരെ ആരും വിലക്കിയില്ല. എന്നാൽ അവർ തന്നെ ഇടതുപക്ഷത്തെക്കാൾ മതനിരപേക്ഷം എന്ന് പറയുന്ന ഒരു സർക്കാരിൽ എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MLAമാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വരെ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ലീഗ് MLAമാർ, ലീഗ് മന്ത്രിമാർ എന്താണ് അള്ളാഹുവിനെ വിട്ട് ദൈവത്തിലേക്ക് മാറിയത്? എന്താണ് തൊപ്പി മാറ്റിയത്? അതിനു മാത്രം എന്ത് പ്രത്യേക സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ലീഗ് MLAമാർക്ക് യാതൊരു മടിയും ഉണ്ടായിട്ടില്ലല്ലോ. അവർക്കതിന് പ്രതികൂലമായ ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. അവരാ കാര്യം വ്യക്തമാക്കണം. ഇപ്പോൾ BJP രാജ്യം ഭരിക്കുന്നത് കൊണ്ട്, BJPയുടെ ഗവർണർ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിത്തരുന്നത് കൊണ്ട് ഞങ്ങളുടെ മന്ത്രിമാർക്ക് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു, അള്ളാഹുവിനെ ഉപേക്ഷിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ തൊപ്പി ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ള കാര്യം ലീഗ് വ്യക്തമാക്കട്ടെ. വിശ്വാസിക്ക് CPIMൽ അംഗത്വമെടുക്കാം. അങ്ങനെ പറ്റില്ല എന്ന് പ്രചരിപ്പിക്കുന്നത് മുസ്ലിം ലീഗും ക്രൈസ്തവ നേതാക്കളുമാണ്. തൊപ്പിയിടാതെയും അള്ളാഹുവിന്റെ നാമം പറയാതെയുമാണ് ലീഗ് മന്ത്രിമാരും MLAമാരും ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത് എന്തുകൊണ്ടാണെന്ന് ലീഗ് നേതാക്കൾ മറുപടി പറയണം. 2016 താൻ മന്ത്രിയാകുമ്പോൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ചോദ്യം ചെയ്തവരാണ് ലീഗുകാർ. വലിയ UDF തരംഗത്തിലാണ് താൻ തവനൂരിൽ തോറ്റത്. സ്റ്റാലിനും മമതയുമടക്കം തോറ്റില്ലേ എന്നും KT ജലീൽ ചോദിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം തിരിച്ചടിയായോ എന്ന ചോദ്യത്തിന് എന്തിനാണ് UDF മന്ത്രിമാർ വെള്ളാപ്പള്ളി നടേശനെയും മകനെയും അങ്ങോട്ട് പോയി കണ്ടതെന്ന് പറയണമെന്നായിരുന്നു മറുപടി. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ വോട്ട് വാങ്ങിയതെന്നും KT ജലീൽ കുറ്റപ്പെടുത്തി. അവര് വോട്ട് വാങ്ങിയത് ആ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ കാറിൽ കയറ്റിയത് അദ്ദേഹം നടത്തിയ പ്രസ്താവനക്ക് അന്നത്തെ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ള ഒരു എൻഡോഴ്സ്മെൻ്റ് ആണ് എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അപ്പോൾ
ബിന്ദു കൃഷ്ണ മന്ത്രി അദ്ദേഹത്തെ പോയി കണ്ടതും അനുഗ്രഹം വാങ്ങിയതും എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ നേതാവ്, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് അദ്ദേഹത്തിന് ബൊക്ക കൊടുത്ത് സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ ഞങ്ങൾ ഇനിമേലിൽ ഒരു നേതാവിനെയും മതനേതാവിനെയും സമുദായ നേതാവിനെയും പോയി കാണില്ല എന്ന് പറഞ്ഞിട്ട് അതേ നേതാക്കന്മാരെ പോയി കാണാൻ വ്യഗ്രത കാണിക്കുന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.